പിണറായി വിജയന്റെ പുകഴ്ത്തുപാട്ടുകാരനെ സെക്രട്ടേറിയറ്റിൽ നിന്ന് പിരിച്ചുവിട്ടു. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് യൂണിയൻ നേതാവായിരുന്ന പൂവച്ചൂർ ചിത്രസേനനെയാണ് പിരിച്ചുവിട്ടത്. അദ്ദേഹം സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരു പാട്ട് എഴുതി. അത് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോഴ്ത്തിപ്പാടിയതാണ്. ആ പാട്ടിൻ്റെ വരികൾ ഇരുളടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനായി എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. അത് യൂട്യൂബിലൊക്കെ അത് വളരെ പ്രചാരം നേടി. അതുകൊണ്ട് അദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് സെക്രട്ടേറിയറ്റിലെ പൊതുഭരണ വകുപ്പിലെ നിന്ന് അദ്ദേഹത്തിന് ധനകാര്യ വകുപ്പിലേക്ക് ടെമ്പററി ആയിട്ട് പോസ്റ്റ് ചെയ്തു. അദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടും ജോലി തുടരുകയാണ്. ആ പാട്ടെഴുത്തിൻ്റെ കൂലിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇപ്പോഴേ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം അദ്ദേഹത്തിനെ ആ വകുപ്പിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. സെക്രട്ടേറിയറ്റിലെ എംപ്ലോയീസ് അസോസിയേഷൻ സുവർണ ജൂലിയുടെ സമയത്താണ് ഈ പാട്ട് എഴുതിയത്. ഇരുളടഞ്ഞ പാതയിൽ ജ്വലിച്ച സൂര്യനായി എന്നാണ് പിണറായി വിജയനെ വിശേഷിപ്പിച്ച് ആ എംപ്ലോയീസ് അസോസിയേഷൻ സുവർണ ജൂലി സമയത്ത് പാടിയത്. പിണറായിയെ വേദിയിലിരുത്തി അസോസിയേഷൻ ഭാരവാഹികൾ സുവർണ ജൂലി സമയത്ത് ഈ പാട്ട് ഇദ്ദേഹം പാടുകയായിരുന്നു. അത് വളരെ വൈറലായി. സെക്രട്ടേറിയറ്റ് മാത്രമല്ല, CPMൻ്റെ എല്ലാ മേഖലയിലും ഈ പാട്ട് വാഴ്ത്തി പാടുകയും ചെയ്തു. എന്തായാലും ഇപ്പോഴത് മനസ്സിലാക്കിയ പുതിയ UDF ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ ധനകാര്യ വകുപ്പിൽ നിന്ന് പിരിച്ചുവിട്ടു. അവിടെ റിട്ടയർ ചെയ്ത ശേഷം ടെമ്പററി ആയിട്ട് ജോലി ചെയ്ത അദ്ദേഹത്തിൻ്റെ ജോലി ഇപ്പം അത് ആ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് കൊണ്ട് അദ്ദേഹത്തിന് ഇപ്പം ജോലിയില്ല. ഗാനം എഴുതിയതിൻ്റെ ഒരു കൂലിയായിട്ട് വേണം റിട്ടയർ ചെയ്തിട്ടും ധനകാര്യ വകുപ്പിലെ ഒരു ക്ലാർക്കായിട്ട് അല്ലെങ്കിൽ ഒരു മെസ്സഞ്ചറായിട്ടാണ് അദ്ദേഹത്തിനെ അവിടെ പോസ്റ്റ് ചെയ്തത്. ഏതായാലും ഇന്നത് വലിയ വാർത്തയായി മാറിക്കഴിഞ്ഞു. സെക്രട്ടേറിയറ്റിലെ ഭരണപക്ഷവും പ്രതിപക്ഷത്തിൻ്റെയൊക്കെ യൂണിയൻ അതിശക്തമാണ്. അവരെ പലരും ജോലി ചെയ്യാറില്ല. രാവിലെ 10-11 മണിക്ക് വന്നിട്ട് ഉച്ചയ്ക്ക് ഊണ് സമയം കഴിഞ്ഞാൽ പിന്നെ അധികം പേരും യൂണിയൻ നേതാക്കന്മാരാരും സെക്രട്ടേറിയറ്റിൽ കയറാറില്ല. അവർ സെക്രട്ടേറിയറ്റിൻ്റെ പരിസരത്തുള്ള പല ഹോട്ടലുകളിലും ബാറിലൊക്കെ കറങ്ങി നടക്കുന്ന കാഴ്ചകൾ നമ്മളെപ്പോലുള്ളവർ ധാരാളം കണ്ടിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിൻ്റെ അവസ്ഥ അതാണ്. അത് യൂണിയൻ്റെ അതിശക്തമായ ഇടപെടൽ കൊണ്ടാണ്. അതുകൊണ്ട് സെക്രട്ടേറിയറ്റ് യൂണിയൻകാർക്ക് അതിനകത്ത് ആ സെക്ഷനിൽ കൂടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രകടനം നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊന്നും ഒരു സർക്കാരും അനുവദിക്കാൻ പാടില്ല. പൊതുജനങ്ങളുടെ എന്തുമാത്രം ഫയലുകളും വേദനയുടെ ഫയലുകളൊക്കെ കിടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ സംഘടനാ ശക്തി ഉപയോഗിച്ചിട്ട് ആ സെക്ഷനിൽ ഓരോ സെക്ഷനിൽ കൂടെയും ഓരോ വകുപ്പിൽ കൂടെയും അവർ മുദ്രാവാക്യം വിളിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് ഉച്ചയ്ക്ക് ബ്രേക്ക് സമയത്തും അല്ലാതെയും വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇതുപോലെയുള്ള ട്രേഡ് യൂണിയൻ പ്രവർത്തനം ഒരിക്കലും നല്ലതല്ല. അതുകൊണ്ടാണ് ഞാൻ പല സന്ദർഭത്തിലും പറഞ്ഞ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ അല്ലെങ്കിൽ കേരള പോലീസിലെ അസോസിയേഷൻസ് എല്ലാം പിരിച്ചുവിടണമെന്ന്. കാരണം അതുകൊണ്ട് സംഘടനയ്ക്കും ചില വ്യക്തികൾക്കൊക്കെ ചില ലാഭങ്ങൾ കിളിക്കുമെന്നല്ലാതെ പൊതുജനങ്ങൾക്കോ ജീവനക്കാർക്കോ ആർക്കോ ഒരു ഗുണവും കിട്ടുന്നില്ല. ഇതിനകത്ത് സംഘടനയിലെ നേതാക്കന്മാരെ അണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരാരും ജോലി ചെയ്യില്ല. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പ്രവർത്തകർ പലരും ജോലി ചെയ്യാതെ സ്പെഷ്യൽ ബ്രാഞ്ചിലൊക്കെ കിടന്നത് നമുക്കറിയാം. അതുപോലെ തന്നെ പോലീസ് അസോസിയേഷനിലൊക്കെ നേതാക്കന്മാരൊക്കെ വലിയ കാറിലൊക്കെ സഞ്ചരിച്ചതായിട്ടൊക്കെ പല രീതിയിലും നമ്മൾ കാണുന്നുണ്ട്. അതൊരു ട്രേഡ് യൂണിയൻ പ്രവർത്തന മേഖലയായിട്ട് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ സെക്രട്ടേറിയറ്റിൽ നടക്കുകയാണ്. ദയവ് ചെയ്ത് അത് ഈ ഗവൺമെൻറ്റെങ്കിലും സെക്രട്ടേറിയറ്റിനകത്ത് അവരുടെ വകുപ്പിനകത്ത് പ്രകടനം നടത്താനോ മുദ്രാവാക്യം വിളിക്കാനോ അനുവാദം കൊടുക്കരുത്. രണ്ടാമത് പരിപാലന സെക്രട്ടേറിയറ്റിനെ അവർ ഈ ഇതുപോലെയുള്ള ആൾക്കാർ മലിനമാക്കും. അതുകൊണ്ട് അവർ
6 മണിക്ക് ശേഷം ജോലി കഴിഞ്ഞ സെക്രട്ടേറിയറ്റിന് 6 മണിക്ക് ശേഷം അവർ അതിൻ്റെ ക്യാമ്പസിലൊക്കെ വേണമെങ്കിൽ അല്ലെങ്കിൽ റോഡിലോ അവിടെയൊക്കെ സമരമുഖമല്ലേ അവിടെ പോയി പ്രകടനം നടത്തിക്കോ, അതിന് യാതൊരു തടസ്സവുമില്ല. അത് തന്നെയല്ലേ സെക്രട്ടേറിയറ്റിൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഒരു പുതിയൊരു ജോലി കിട്ടി PSC എന്നൊരാൾ വന്നു കഴിഞ്ഞാൽ അയാളെ ചാക്കിട്ട് ഭീഷണിപ്പെടുത്തി അവരുടെ മെമ്പർഷിപ്പ് കൊടുക്കുന്നതും കാണുന്നുണ്ട്. അതുപോലെ റിട്ടയർമെൻറ്റിൻ്റെ കാര്യം, റിട്ടയർമെൻറ്റ് ഒരാൾ റിട്ടയർ ചെയ്യുന്ന വലിയ ആഹ്ലാദമാണ്, ആ ആളിന് വലിയ നിരാശയായിരിക്കും. കാരണം അയാളെ ആ റിട്ടയർമെൻറ്റ് ദിവസം അയാളെ വീട്ടിൽ കൊണ്ടുവന്നാക്കുന്ന ഒരു പറ്റം ആൾക്കാർ പോയി ആ വീട്ടിലിരുന്ന് അവർ മദ്യപിക്കുകയോ ആഹാരം വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യണം. പല ജീവനക്കാർക്കും അവരുടെ മാസശമ്പളം കൊണ്ട് കഴിഞ്ഞുകൂടാൻ ബുദ്ധിമുട്ടുള്ളവരാണ്. വലിയൊരു എമൗണ്ട് റിട്ടയർമെൻറ്റിന് അവർക്ക് ചിലവാകും. അപ്പോൾ അതൊക്കെ നിരുപാധികം പിൻവലിക്കണം. അങ്ങനെയുള്ള പരിപാടികൾ അതൊക്കെ ആവശ്യമില്ല. ഒരു സെൻഡ് ഓഫ് കൊടുക്കുക പോലും ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അവർ റിട്ടയർ ചെയ്ത ദിവസം അവർ സമാധാനപരമായിട്ട് വീട്ടിലോട്ട് പോട്ടെ. അത് അവിടെ കൊണ്ടാക്കാൻ ഒരു ചടങ്ങ്, അതിന് കുറേ കാറുകളുടെ പ്രവാഹം, അയാളുടെ വീട്ടിൽ ചെന്നാൽ അവിടെ ഒരു സദ്യ അല്ലെങ്കിൽ അവിടെ വലിയൊരു പാർട്ടി, അതിനൊക്കെ പിരിവും അതിനൊക്കെ ഈ റിട്ടയർ ചെയ്യുന്ന ആളും നല്ലൊരു സംഖ്യ ചിലവാക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പരിപാടികൾ ഏത് അസോസിയേഷൻ ആയാലും അതൊക്കെ നിർത്തി കേരളത്തിലെ ഒരു മാതൃകയാക്കി കഴിയണം. കാരണം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കടത്തിലാണ് പലരും മുങ്ങി നടക്കുന്നത്. അങ്ങനെയുള്ളവർ തന്നെ വീണ്ടും ആ റിട്ടയർമെൻറ്റിൻ്റെ ആ ദിവസം ഈ വലിയൊരു കടബാധ്യത 1-2 ലക്ഷം രൂപയൊക്കെ ചിലർക്ക് ചിലവാകുന്നുണ്ട്. അത് കൂടുതൽ ചിലവാക്കുന്നവരുമുണ്ട്. അപ്പോൾ അതൊക്കെ പരിച്ഛേദം നിർത്തണം. ഇതുപോലെയുള്ള ട്രേഡ് യൂണിയൻ പ്രവർത്തനം സർക്കാർ ജീവനക്കാർ ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.